ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചിക്കൻ നമുക്ക് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ഉള്ളി വറുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉള്ളി, പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തൈര് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ സാധാരണ ചേർക്കലില്ല. നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണി ദമ്മിടുക എന്ന് പറയുമ്പം ഈ മൈദ കുഴച്ച് പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ടൈറ്റാക്കി വെച്ചിട്ടാണ് ദമ്മിടുന്നത്. ഇവിടെ നമുക്ക് മൈദ പരത്തി മൊത്തം ആ ഒരു റൈസ് അതിനുള്ളിലേക്കൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ പർദ്ദ ബിരിയാണി എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇത് ആവശ്യത്തിന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ഞാൻ കൃത്യമായുള്ള അളവൊന്നും പറയുന്നില്ല, എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്കിതിൽ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ചിക്കൻ മൊത്തം വെളുത്തിരിക്കുന്നത്. സംഗതി ഫ്ലോപ്പ് ആയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. അപ്പോൾ കളറ് സെറ്റായപ്പോൾ മൊത്തത്തിലൊന്ന് ഭംഗിയായി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ഞാനിത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചേർക്കണമായിരുന്നു, അത് മറന്നുപോയി. ഇപ്പോൾ ഇത് സംഭവം ഓക്കെയാണ്. ഇതിനോടൊപ്പം തന്നെ റൈസിൻ്റെ പരിപാടി നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ തന്നെ നമ്മൾ റൈസ് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇതിവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനായിട്ടുള്ള അടുത്ത പരിപാടി എന്താ നോക്കാം. അതിനായിട്ട് കുറച്ച് മൈദ എടുക്കുക, അതിലേക്ക് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കുറച്ച് എണ്ണയും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കണമെങ്കിൽ. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് ഒറ്റ ഷീറ്റാക്കിയിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച ആ ഷീറ്റ് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് മല്ലിയില ഇടുക, വറുത്ത ഉള്ളി, അതിനുശേഷം കറിയിലെ പീസ് മാത്രമായിട്ടൊന്ന് എടുത്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് ചോറ് ഇങ്ങനെ ലെയറാക്കി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവി അതിൻ്റെ പൊക്കത്തേക്കിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും കുറച്ച് മല്ലിയിലയും വറുത്തുള്ളിയും ഇതിട്ടതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ച മാവ് ഒന്ന് നല്ലപോലെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇത് വേവിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ബിക്കോസ് നമ്മളിപ്പോൾ അടുപ്പത്താണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കനൽ വാരി എൻ്റെ പൊക്കത്തേക്കിടാം. ഇവിടെ നമ്മൾ അതിനുള്ള സംവിധാനമൊന്നുമില്ലല്ലോ. സോ ഇത് തിരിച്ചിടാൻ നേരത്ത് പതിയെ സാവധാനം ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷീറ്റ് പൊട്ടി ഇല്ല ചോറ് മൊത്തം ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തിനിത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പേര് കേട്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഡിന്നറിന് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.